ഹായ്, ഞാൻ ടി ആർ ഷംസുദ്ദീൻ. ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയ സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ്, എഡിറ്റിംഗ്, സിനിമോട്ടോഗ്രാഫി എന്നിങ്ങനെയുള്ള സിനിമയിലെ മേഖലകൾ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിക്കുക എന്നത് തന്നെ ലക്ഷക്കണക്കിന് സിനിമാ പ്രേമികളുടെ സ്വപ്നമാണ്. എന്നാൽ ഈ പറഞ്ഞ മേഖലകളിൽ എല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ച് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ ഒരാളുണ്ട്. 2017 മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2022 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 65ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിലെ പ്രത്യേക ജൂറി പരാമർശം, 2018 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ആഞ്ചൽസിലെ ഓഡിയൻസ് ചോയ്സ് അവാർഡ് എന്നിങ്ങനെ അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരങ്ങൾ നിരവധിയാണ്. തമിഴ്, ഹിന്ദി സിനിമകളിലും അദ്ദേഹം തൻ്റേതായ കയ്യൊപ്പ് പതിച്ചിരിക്കുന്നു. വിശ്വരൂപം 1 and 2 ചിത്രങ്ങളിലൂടെ, എഡിറ്റിങ്ങിലൂടെയാണ് തമിഴ് സിനിമാ ലോകം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയുന്നത്. ഇനി കൂടുതൽ മുഖവരയുടെ ആവശ്യമില്ലെന്നറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം മഹേഷ് നാരായണൻ, ഡയറക്ടർ ഓഫ് ടേക്ക് ഓഫ്, സീ യു സൂൺ ആൻഡ് മാലിക്. സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ ടൈം ഏതാണ്ട് ഈ വിദ്യാധരാജയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബാച്ച്മേറ്റാണ് മനു രമേശൻ, നമ്മൾ രമേശ് നായർ സാറിൻ്റെ മകൻ. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഇവൻ അത്യാവശ്യം കമ്പോസ് ചെയ്യും, മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കുന്നു. അപ്പോൾ പല സിറ്റുവേഷൻസൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ പതുക്കെ കഥാ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ രമേശൻ സാറിൻ്റെ വീട്ടിൽ, മനുവിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റൂം, പുസ്തകങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഇത് ഞാനൊരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ആ സമയത്തെ കാര്യം. അപ്പം ആ സമയത്ത് എനിക്കൊരു മലയാളം സാറുണ്ടായിരുന്നു. അപ്പം മലയാളം സാറിൻ്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു, നീ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഇടയ്ക്ക് ചുമ്മാ പറയുമായിരുന്നു. ഞാനിങ്ങനെ ഈ ഒബ്സർവേഷനെ കുറിച്ചൊക്കെ ഉള്ളത് ചുമ്മാ ഒന്ന് ആലോചിച്ച് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രമേശ് സാറിനാണ് ആദ്യമായിട്ട് അങ്കിളെ കാണുമ്പം. അപ്പോൾ അങ്കിൾ എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തരും. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ONVയും MT സാറും ഒക്കെ വായിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണ്, ആ സ്ഥലത്തു നിന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തമിഴും കൂടെ, അദ്ദേഹം മലയാളവും തമിഴും ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അന്ന് തമിഴ് എഴുതും. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഒരാൾ, ഒരു കലാകാരൻ 2 ഭാഷയിൽ, അതായത് ഒരു ലിറ്ററേച്ചറിൽ സ്ട്രെങ്ത്ത് ഇങ്ങനെ. അപ്പോൾ തിരുക്കുറലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു സമയമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഞാനതൊക്കെ കാണുന്നുണ്ട്. വളരെ ചെറുതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇവൻ്റെ റൂമിൽ പോകുമ്പോഴും എൻ്റെ ഇത് മൊത്തം അവിടുത്തെ പുസ്തകങ്ങൾ എന്താണ്, പുതിയ പുസ്തകങ്ങൾ എന്താ വന്നേക്കുന്നത്, അതൊക്കെ നോക്കുക, കാണുക എന്നൊക്കെ ഉള്ളത്. പതുക്കെ ഈ പറഞ്ഞ പോലെ എഴുത്തൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ ഈ ചെറിയ ഈ സ്കൂൾ കാലങ്ങളിൽ നമ്മൾ ഈ കഥാമത്സരങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ഒരു സബ്ജക്റ്റ് നമുക്ക് തരിക, ഒരു മണിക്കൂർ കൊണ്ട് ഒരു കഥ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തോട്ട് വന്നു തുടങ്ങി. അപ്പോൾ പ്രീ ഡിഗ്രി സമയത്ത് ആർട്സ് കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഹാഫ് ഡേ വരെ ആണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ക്ലാസ് കഴിയുമ്പം പലപ്പോഴും ചലച്ചിത്രയുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവും, സൂര്യയുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവും, അങ്ങനെ പല ഫെസ്റ്റിവൽ. അപ്പോൾ അങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോയി അങ്ങനെ ഇന്നത്തെ പല ഫിലിം മേക്കേഴ്സിനെയും അവിടെ അന്ന് നമ്മളെല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരെയും പലപ്പോഴും അവിടെ വെച്ച് കാണുന്നു. പിന്നെ ട്രിവാൻഡ്രം നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ചുമ്മാ ആ ഒരു കാലഘട്ടത്തിൽ വെറുതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വരെ നടക്കുക, അതൊരു ശീലമാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇങ്ങനെ മ്യൂസിയം ഓഡിറ്റോറിയത്തിലൊരു സിനിമ ഉണ്ടാവും, കോബാങ്ക് ടവറിലൊരു സിനിമ ഉണ്ടാവും, ടാഗോർ തിയേറ്ററിലൊരു സിനിമ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ശരിക്കും വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു സമയം. ഡിഗ്രി ഒക്കെ കയറുന്ന സമയത്ത് എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ FTI, അടയാറും കൽക്കട്ടയൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ബേസിക്സ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ശിവൻ സ്റ്റുഡിയോയിൽ പോകുന്നു, ശിവൻ സാറിനെ കാണുന്നു, അങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ സന്തോഷ് ശിവനൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. നമ്മൾ അന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ സന്തോഷ് സാർ അവിടെ വരുന്നുണ്ട്, അപ്പോൾ പോയി കാണണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിന് ഇങ്ങനെ പോയി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഈ സ്ഥലത്ത് പോയി ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കുറച്ച് ആൾക്കാരെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്താണെന്ന്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പഠിക്കുന്നു. അപ്പം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെവലപ്പിംഗ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വല്ലപ്പോഴും മാത്രം ആൾക്കാർ ചെയ്യുന്ന, അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടിയിട്ട് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോക്കുകൾ പുറത്തുനിന്ന് വരുന്ന സ്റ്റോക്കുകൾ എടുക്കുക, എക്സ്പോസ് ചെയ്യുക. പിന്നെ ട്രിവാൻഡ്രത്ത് ഒത്തിരി മോണുമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ പതുക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നടന്ന സ്ഥലങ്ങളല്ല, ഇപ്പോൾ മ്യൂസിയം, കവടിയാർ കൊട്ടാരം, ഇതിനൊക്കെ വേറൊരു ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങി ഈ ക്യാമറ വന്നപ്പോൾ തൊട്ട്. അങ്ങനെ അന്ന് ക്യാമറ ഇല്ല, എനിക്ക് സ്വന്തമായിട്ട് ക്യാമറ ഇല്ല. അന്ന് വീട്ടുകാർക്ക് എതിരാണ്, ഇവർ സിനിമ പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കണ്ടുമുട്ടിയ ഫിലിം മേക്കേഴ്സിൽ ചുരുക്കം ആൾക്കാർ, ഇപ്പോൾ രാജേഷേട്ടനൊക്കെ അവിടെ വെച്ചാണ്, അവിടെ വെച്ച് മീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറയുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ രജീഷ്, അങ്ങനെ കുറേ ആൾക്കാർ, ഇപ്പോൾ സജി, എൻ്റെ മലയം കുഞ്ഞിൻ്റെ ഡയറക്ടറായ സജിയൊക്കെ അന്ന് എൻ്റെ കൂടെ, വൈശാഖ്, ഇവരൊക്കെ അന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ച്. വൈശാഖ് ശരിക്കും പറഞ്ഞാൽ അന്ന് അഭിനയിക്കാനായിട്ട് വന്ന ആളായിരുന്നു, ട്രിവാൻഡ്രത്ത് വന്നിരുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ സൈജു, കുറേ പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലരും പല വഴിക്ക് പിന്നീട് സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പതുക്കെ ഒരു ഇൻട്രസ്റ്റ് വന്ന് പതുക്കെ ഇവൻറ്റുകൾ കവർ ചെയ്യാൻ തുടങ്ങി. ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും ചെറിയ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്ക് അന്നൊരു ലാബ് ഉണ്ടായിരുന്നു. ആ ലാബിൽ ഇപ്പോൾ ഇന്ന് ഫിലിം ലാബൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ലാബിൽ അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ലാബിലെ ആൾക്കാർ മനസ്സിലായി ഇവനെന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട് പുതുതായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഡെവലപ്പിംഗ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ലാബിൽ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡെവലപ്പിംഗ് പാത്തല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു പാത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പോസ് ചെയ്ത് എനിക്ക് അവിടെ അകത്ത് വരെ കയറാനുള്ള ഫ്രീഡം ഒക്കെ തന്നു. ഞാൻ തന്നെ പതുക്കെ പ്രിൻ്റ് എടുത്ത് തുടങ്ങി സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ ആൾക്കാരെയൊക്കെ ഫോട്ടോ എടുക്കുക, ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. പതുക്കെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടുത്തൊരു ഫിലിം സ്കൂളിലേക്ക് എത്തി സിനിമോഗ്രാഫി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അന്ന് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ ഇൻ്റർനാഷണൽ സിനിമകൾ നമ്മൾ ഫെസ്റ്റിവലുകളിൽ പ്രിൻ്റ് കാണുന്നതല്ലാതെ അത് കഴിഞ്ഞിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാം, ഡൗൺലോഡ് ഒക്കെ തുടങ്ങുന്നൊരു കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ എടുക്കുക. അപ്പം അച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രഷറൈസ് ചെയ്ത്, കാരണം ഞാൻ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൊണ്ട് ചേർത്തിട്ട് ഞാൻ അവിടെ നിന്ന് ചാടിപ്പോകുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇവരെന്തിലേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനെയൊക്കെ പ്രഷർ ചെയ്ത് എങ്ങനെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. അപ്പോൾ കമ്പ്യൂട്ടർ മേടിക്കുന്നതിൻ്റെ രണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ഈ എടുക്കുന്ന ചെറിയ വീഡിയോസൊക്കെ ഇതെങ്ങനെയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ പടങ്ങൾ കാണാം, സിനിമ കാണാം എന്നുള്ളൊരു സംഭവം കൂടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് കൈരളി ടി വിയിൽ ഒരു ജോലി എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൈരളിയിൽ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ജോലി കിട്ടുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് രാഷ്ട്രീയ ഇതൊക്കെ ഉള്ളതുകൊണ്ടും അമ്മ ആയുർവേദ കോളേജിലായതുകൊണ്ടും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടും ഞാൻ കുറച്ചൊരു SFI അനുഭാവിയൊക്കെ ആയതുകൊണ്ടുമൊക്കെ എനിക്ക് അവിടെ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോലി അവിടെ തരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി ഒരു കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അടയാറിലേക്കും കൽക്കട്ടയിലേക്കും പൂനെയിലേക്കും ഒക്കെ ഇങ്ങനെ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ചാൻസിൽ എനിക്ക് ഫോട്ടോഗ്രാഫി കിട്ടുന്നില്ല. അപ്പം എന്നോടിങ്ങനെ രണ്ടാമത്തെ ടേം എത്തിയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ഒരു കോഴ്സ് മാത്രമായിട്ട് നോക്കണ്ട, എല്ലാം അങ്ങ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് എനിക്ക് തന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൈരളിയിലെ റിസപ്ഷനിസ്റ്റ്, എൻ്റെ ഫോണൊന്നുമില്ല, വിളിച്ച് ഞാൻ ഒരു എഡിറ്റിംഗ് റൂമിനകത്ത് അസിസ്റ്റൻ്റാണ് ഞാൻ. അപ്പം ട്രെയിനിങ് ആയിട്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഈ സുപ്രഭാതം പോലത്തെ ഷോയാണ്. അപ്പോൾ അന്ന് അതിനകത്ത് ആങ്കറാണ് അനൂപ് മേനോൻ, പാർവതി ചേച്ചി, ഇവരൊക്കെ അന്ന് അതിനകത്ത് ആങ്കേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ അവിടുന്ന് പറയുന്നു, ഇങ്ങനെ എഡിറ്റിങ്ങിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷേ ഭയങ്കര സങ്കടം. കാരണം എഡിറ്റിംഗ് ആണ് ഇത്, എനിക്ക് അറിയത്തില്ല ഈ പരിപാടി എന്താണെന്നുള്ളത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആൾക്കാരിൽ രാജേഷേട്ടനുണ്ട്, മധുചേട്ടനുണ്ട്, നമ്മുടെ മധുനീലേട്ടനുണ്ട്, അജിത്തേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കൈരളിയിൽ തന്നെയുള്ള കുറച്ച് സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുവന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും പഠിച്ചാൽ പോരെ, അപ്പോൾ പോയി പഠിക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സിനിമ പഠിക്കാനായിട്ട് ഇപ്പോൾ ക്യാമറ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, അത് പിന്നീടും വരാം, ഇപ്പോൾ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അന്നൊരു കാര്യം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അന്ന് ഈ സീഡിറ്റിൻ്റെ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി FTI ക്യാമറമാർ അവിടെ പണിയെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ സിനിമയിലോട്ട് ബ്രേക്ക് ഇൻ ചെയ്ത് കയറാനായിട്ട് വലിയ പാടാണ്, ഫിലിമിൻ്റെ കാലമല്ലേ. അപ്പോൾ അന്ന് SG രാമൻ സാറിൻ്റെ കൂടെയൊക്കെ രജീഷ് അസിസ്റ്റൻ്റായി. അപ്പോൾ സിനിമയിലൊരു എൻട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, കാരണം ഡിജിറ്റലിൻ്റെ കാലം അല്ലാത്തതുകൊണ്ട് വളരെ എനിക്കൊന്ന് വിരലുണ്ടാവുന്ന ക്യാമറമാരേ ഉള്ളൂ. ഒരു 12-15 ക്യാമറമാരെ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ.
എഡിറ്റേഴ്സാണെന്ന് പറഞ്ഞാൽ 8 പേരെ 10 പേരൊക്കെ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എഡിറ്റേഴ്സ് ഇല്ല. അപ്പം ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ രാജീവേട്ടനും മധുചേട്ടനും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ആൾക്കാർ ക്യാമറമാരുണ്ട്, ഞങ്ങൾ പഠിച്ചിറങ്ങിയവർ, ആർക്കും പണിയില്ല. ആകെ ഒരു എഡിറ്ററേ ഉള്ളൂ. അന്ന് അജിത്തേട്ടൻ മാത്രമാണ് എഡിറ്ററായിട്ട് നിൽക്കുന്നത്. അജിത്തേട്ടനാണ് നിന്ന് തിരിയ സമയം. ഡിജിറ്റൽ ആവുന്നൊരു കാലഘട്ടമാണ്, ഈ ഫിലിമിൽ നിന്ന് പതുക്കെ കമ്പ്യൂട്ടറിലോട്ട് മാറുന്നൊരു സമയം. അപ്പോൾ അന്ന് എല്ലാവരും, രാജേഷേട്ടൻ അടക്കം എല്ലാവരും പറഞ്ഞ് പോയി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഉന്തിത്തള്ളി എല്ലാവരും കൂടെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് എഡിറ്റിംഗ് പഠിക്കാൻ വിട്ടു. അങ്ങനെയാണ് ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ, അതുവരെ എനിക്ക് എന്താണ് എഡിറ്റിംഗ് എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ബാലുമഹേന്ദ്ര ആയിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ എന്തിനാണ് എനിക്ക് എഡിറ്റിംഗ് സീറ്റ് തന്നത്? അപ്പോൾ അവർക്കും പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, എന്തോ ഒരു ആപ്റ്റിറ്റ്യൂഡ് തോന്നിയിട്ട് തന്നാണ്, നിങ്ങൾക്ക് ക്യാമറയേക്കാളും നല്ല നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണെന്ന് തോന്നിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ എഡിറ്റർ ആവുന്നത്. എഡിറ്റിംഗ് പഠിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ അപ്പോഴും ഫസ്റ്റ് ഇയർ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഓറിയൻറ്റേഷനാണ്. അപ്പം നമ്മളൊരു മാസവും തിരുവനന്തപുരത്ത് തിരിച്ച് വരിക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പം അപ്പോൾ അന്ന് ആ സമയത്ത് വൈശാഖ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടോട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, അതായത് എങ്ങനെയെങ്കിലും എത്തണം. അപ്പോൾ അന്ന് ആക്ടിങ് ബാച്ചിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഡയറക്ഷനിലേക്ക് എത്തണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിലായി. ശരിക്കും വൈശാഖിൻ്റെ പേര് എബി എന്നാണ്. അപ്പം അന്ന് നമ്മൾ എബി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, പിന്നീടാണ് അവൻ്റെ പേര് വൈശാഖ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് വൈശാഖം അങ്ങനെ ഈ എന്താ പറയുന്നത്, അന്ന് ട്രിവാൻഡ്രത്ത് വി ട്രാക്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്. വി ട്രാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാജേഷേട്ടൻ ചെയ്ത വർക്കുകളും ആ സമയത്തൊക്കെയുള്ള വർക്കുകളിലൊക്കെ ഞാൻ പോയി കാണുമ്പോഴും എല്ലാം എഡിറ്റിംഗ് നടക്കുന്നതെല്ലാം ഇവിടെയാണ്. ഈ വി ട്രാക്സ് സ്റ്റുഡിയോ ബന്ധപ്പെട്ടാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത്. അത് ആക്ച്വലി നല്ല അന്നത്തെ കാലത്ത് നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആയിരുന്നു. പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുള്ള സ്റ്റുഡിയോക്കാളും കൂടുതലായിട്ട് അവർ വാല്യൂ ഉണ്ടാക്കുന്ന, ക്വാളിറ്റിയിൽ ഡെലിവർ ചെയ്യുന്നൊരു സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ഇവിടെ വരുമ്പോഴും എനിക്ക് ഈ എഡിറ്റിങ്ങുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ അപ്പോഴും ഈ ക്യാമറയുടെ പുറകെ എങ്ങനെ ഇതിനകത്തോട്ട് മാറാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കുമാണ് സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എത്തുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സിനിമോഗ്രാഫി സ്റ്റുഡൻ്റ് ഒന്ന് ഒഴിഞ്ഞു പോയാൽ ഞാൻ അതിലേക്കൊന്ന് കയറാമെന്നുള്ള ലെവലിൽ നിൽക്കുന്നു. പക്ഷേ ആരും ഒഴിയുന്നില്ല. പതുക്കെ ഗ്രാജുവലി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇതിനോടൊരു രസം തോന്നി തുടങ്ങി. കാരണം ഇത് കൊള്ളാം, ഇതൊരു രസമുണ്ട്. അപ്പോൾ എനിക്ക് അതുവരെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിച്ചുള്ളൂ. ഇതിനൊരു ആർട്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കഥ പറച്ചിലാണെന്നോ എന്നൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ഗ്രാജുവലി അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ ഫാക്കൽറ്റീസ് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് പതുക്കെ എനിക്ക് ഇതിനകത്ത് ഒരു കഥ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഇതിനകത്ത് കണ്ടു തുടങ്ങി. ഒരു ഫിലിം സ്കൂളിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളിപ്പം 5 മാസം 6 മാസം കഴിയുമ്പോഴേക്കും ക്യാമറ കിട്ടുന്നു, ഇത് കിട്ടുന്നു, ഇപ്പം തന്നെ സിനിമ പിടിക്കുന്നു, മറ്റേതാക്കുന്നു, അവിടെ നിന്ന് മലമറിക്കുന്നു, അങ്ങനെ എടുക്കുന്നു, പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഫസ്റ്റ് ഇയറൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര തിയറി ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായല്ലോ എന്നുള്ള ലെവലിൽ. കാരണം സൗണ്ട്, അതിനും ഫിസിക്സിനെ കുറിച്ച് അറിയണം, എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയണം. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ആരും കാണിക്കുന്നില്ല. ഇതിൻ്റെ എസ്തെറ്റിക്സിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. ഗ്രാജുവലി എനിക്ക് മനസ്സിലായി ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് പതുക്കെ കഥ പറയാനുള്ളൊരു ഡിവൈസാക്കി ഞാനിതിനെ മാറ്റി ബിൽഡ് ചെയ്തു. ആ ബിൽഡിങ്ങിലാണ് ഞാൻ പിന്നീട് സ്ക്രിപ്റ്റുകൾ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അന്ന് നമ്മുടെ ഇപ്പം സിനിമോട്ടോഗ്രാഫി ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, എഡിറ്റിംഗ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അന്ന് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് കോഴ്സ് എടുത്ത് കളഞ്ഞ വർഷമാണ്. എൻ്റെ ബാച്ച് പോയിട്ട് ആക്ടിംഗ് കോഴ്സ് ഇല്ല, അത് അവർ ടെർമിനേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ കൂടെ ആക്ച്വലി എൻ്റെ തൊട്ട് സീനിയറായിട്ട് നിന്നവരാണ് ഈ നരയൻ, സുനിൽ, അവരൊക്കെ സിനിമോഗ്രാഫി പഠിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ അന്നത്തെ കാലത്ത് സുജാതയുടെ റൈറ്റർ സുജാത സാർ ഒത്തിരി പല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റുകളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ അതിനകത്തൊക്കെ എവിടെയോ ഇതിനകത്ത് ഈ റൈറ്റർക്ക് എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സംഭവത്തിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. കാരണം ഇതൊരു സിനിമ എഴുത്തെന്ന് പറയുന്നത് ലിറ്ററേച്ചർ അല്ല, അത് ബേസിക്കലി ഒരു ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. അത് വേറൊരു തരം ക്രാഫ്റ്റാണ്. അതിനകത്ത് ഒരു സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് കാണാൻ പോകുന്നുള്ളത് മനസ്സിലാവണം എന്നുള്ളൊരു സംഭവം അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഗ്രാജുവലി ഞാൻ നോക്കുന്നത് പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീട്ടിൽ വരുമ്പോൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റുകളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഫിലിം മേക്കേഴ്സ് പലരും സിനിമയൊക്കെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗേജ് ചെയ്ത് തുടങ്ങി. അതായത് ഇത്രയും ലെങ്ത്ത്, ഇത് ഇത്രയും നല്ല ലെങ്ത് ആയിരിക്കുമല്ലോ, ഇത് ഇത്രയാണോ ഫസ്റ്റ് ഹാഫ്
സ്റ്റാഫിനകത്ത് ഇതെന്താ കഥയിലോട്ട് കയറാൻ ഇത്രയും വൈകുന്നത്, നമുക്ക് ഇത്രയും വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ എനിക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന് ഒരു സാധനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് ഒരു. അപ്പോൾ അങ്ങനെ ഞാൻ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് ഫൈനൽ ഇയറൊക്കെ എത്തുന്ന സമയം തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ തന്നെ സർക്കിളിൽ ഉള്ള ആളുകളുടെ ഈ ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിംസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങി. ഞാനൊരു ചെറിയൊരു എഡിറ്റിംഗ് സെറ്റപ്പ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. മദ്രാസിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാരലി അങ്ങനെ ഇങ്ങനെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് ചിലരൊക്കെ ഇന്ന് മരിച്ചുപോയി. ഇപ്പോൾ ഷിജി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇന്നില്ല, നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അവരൊക്കെ ചലച്ചിത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആക്റ്റീവായിട്ട് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമായിട്ട് മാത്രം ജീവിച്ചവരാണ്. ഡ്രാമ സ്കൂളിൽ നിന്നുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ആർക്കും പിന്നീട് അങ്ങോട്ട് വേറെ അങ്ങ് എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡോക്യുമെൻ്ററി എഡിറ്റിംഗ് തുടങ്ങിയപ്പം ഈ ഡോക്യുമെൻ്ററി എഡിറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി എഡിറ്റിങ്ങിനകത്ത് എഡിറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നറേറ്റീവ് ഉണ്ടാക്കേണ്ടത്. കാരണം ഇത് നമ്മൾ കുറേ ക്യാപ്ചർ ചെയ്യാണല്ലോ, പല ഇൻസിഡൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പം കൊളാബറേറ്റീവാണ്. അപ്പം അങ്ങനെ വരുമ്പം ഞാൻ ഗ്രാജുവലി ഇതിനെ ഒന്ന് എഴുതി തുടങ്ങി. ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ തുടങ്ങാം, ഇതിങ്ങനെ ആവാം, ഇത് ഇവിടുന്ന് അത് കഴിഞ്ഞാൽ ഇത് തുടങ്ങാം. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടെ ഒരു സഹായകമായിട്ട് പോകും. അപ്പോൾ അന്ന് KR മനോജ്, CS വെങ്കടേശ്വരൻ, ഇങ്ങനെ കുറേ ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരുടെയൊക്കെ ഡോക്ടർ. അപ്പം കൂടുതൽ അക്കാഡമിക്കാണ്. കാരണം അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് അവരെന്നെ പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇവൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നൊരുത്തരാണ്. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പം ആ എസ്തെറ്റിക്സിലാണ് ഇവർ നോക്കുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇപ്പുറത്തെ സൈഡിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ ആരും വിളിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നെ ആരും വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അന്ന് ഈ ഫിലിം സ്കൂളിൽ നിന്ന് വരുന്ന എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ടുള്ള എഡിറ്റേഴ്സ് ആയിരിക്കും. ഇവർക്ക് ഭയങ്കര ബുജി ആ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് അതൊരു ഷെല്ലാണ്. ആ ഷെല്ല് പൊളിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ അത് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമ ഓഫർ ചെയ്യുകയല്ല, അത് ആക്ച്വലി ആക്സിഡൻ്റലി സിനിമ എഡിറ്റ് ചെയ്യേണ്ടി വന്നത് രാത്രിമഴയാണ്, ലെനിൻ സാറിന് നമ്മളോടൊപ്പം ഇല്ലെന്ന്. അപ്പം ആ സമയത്ത് അജിത്തേട്ടൻ തുടങ്ങിയ പടം അത്. അപ്പോൾ അജിത്തേട്ടൻ ആക്ച്വലി ഒരുപാട് തിരക്കുകൾ വന്ന സമയത്ത് ലെനിൻ സാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. അത് ഇങ്ങനെ 2 വർഷം 3 വർഷമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം പൈസ ഉള്ളപ്പോൾ ഷൂട്ട് ചെയ്യുക, അത് ആ സമയത്ത് എഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് തിരിച്ച് പോകുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ആ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. പതുക്കെ സാറിൻ്റെ തന്നെ എഴുത്ത് ശീലങ്ങൾ, എഴുത്തിൻ്റെ സംഭവം, സാർ എഴുതുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പം സ്ക്രിപ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റത്തിനകത്തൊക്കെ സാർ എന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ എന്തിനാ എന്നെ കൂടെ ഇരുത്തുന്നത്. അപ്പോൾ എവിടെയോ ഞങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ വന്നു തുടങ്ങി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഗ്രാജുവലി ഞാനത് എൻ്റെ ഒരു സ്ട്രെങ്ത്തായിട്ട് മാറ്റി എടുത്തു. ഇത് കൊള്ളാം, ഇത് രസമുള്ളൊരു പ്രോസസ്സ്. അപ്പോഴും എനിക്ക് ലിറ്ററേച്ചറൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇത് ഭാഷയിലോട്ട് ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാനാകെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടുന്ന് കഥ തുടങ്ങിയാൽ രസമുണ്ടാവും, ഇത്രയും വരെ നമ്മളുള്ള പോർഷൻ നമുക്ക് പ്രൊഡക്റ്റീവാണോ, ഇവിടുന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സിലാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം പത്മനാഭൻ സാറിൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെഫറൻസ് ആയിട്ട് കാണുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്. അത് എസ്പെഷ്യലി നമുക്ക് സിനിമ കാണുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ പ്രതലം കാണാം, ആളുകൾ വിശക്കുന്നുണ്ടെങ്കിൽ ആ വിശപ്പ് പോലും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര സ്ട്രെങ്താണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് രാജേഷേട്ടൻ്റെ സൗഹൃദത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സഞ്ജുവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സഞ്ജു അന്ന് കുറച്ചൊന്ന് പുതിയ രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സഞ്ജു ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇവരിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ എഴുത്തിൻ്റെ അപ്പോൾ അന്ന് സഞ്ജുവിൻ്റെ ഒരു വലിയ സ്ട്രെങ്ത്ത് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അവർ കുറേ കൂടെ ഫോളോ ചെയ്യുന്നത് ഈ പത്മനാഭൻ സാറിൻ്റെ ഒരു സ്കൂളാണ്. അവരതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് വായിക്കണം, ഇത് വായിക്കണം എന്നൊക്കെ തരുന്നതൊക്കെ അവരാണ്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ ഇത് ഭാഷയുടെ സ്ട്രെങ്ത് അല്ല, ഇത് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേറൊരു തരം ലാംഗ്വേജാണ്. ഭാഷയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് കാഴ്ചയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാഴ്ച എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ മെയിൻ സ്ട്രീം സിനിമ അപ്പോഴും ഞാൻ ചെയ്യുന്നില്ല.
അപ്പോൾ മെയിൻ സ്ട്രീം സിനിമയിലോട്ട് എന്നെ അടുപ്പിക്കത്തില്ല. കാരണം ഇത് ഒരു അക്കാഡമിക് എഡിറ്ററാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് വൈശാഖ് ആദ്യം ചെയ്യാനിരുന്ന പടം എന്ന് പറയുന്നത് വിശുദ്ധനാണ് ശരിക്കും പറഞ്ഞാൽ. അത് അന്ന് നരേനാണ്, സുനിലാണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതെന്തുകൊണ്ടോ നടന്നില്ല. ബിക്കോസ് അത് അന്ന് ബഡ്ജറ്റ് പ്രശ്നങ്ങൾ, മൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, സിനിമ ഉണ്ടാക്കാൻ എന്നൊരു പുതിയ സിനിമ ഫിലിം മേക്കർക്ക് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ആ സമയത്ത് വൈശാഖ് പിന്നീട് പോയി ജോഷ് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് വൈശാഖ് ഒരു പടം മൗണ്ട് ചെയ്തു, മമ്മൂക്ക വെച്ചൊരു പടം മൗണ്ട് ചെയ്യുന്നു, പൂക്കുരി രാജ എന്ന് പറഞ്ഞൊരു പടം മൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈശാഖ് എന്നോട് പറയുകയാണ്, ചുമ്മാ ഒരു ഇതായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് ഞാൻ ഒരു ഇവിടുന്ന് വരുന്നൊരു ആളാണ്, എന്നെയൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് പേടിയാണ്. കാരണം പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പറ്റും. കാരണം അവർ നോക്കുമ്പം ഞാനൊരു ഫിലിം സ്കൂളിൽ നിന്ന് വരുന്നൊരു എഡിറ്റർ, ഇയാൾ എങ്ങനെ ഇതിനകത്ത് അഡാപ്റ്റ് ആവും എന്നുള്ളത് അവർക്ക് പേടിയുണ്ട്. അപ്പോൾ വൈശാഖ് ഒരു കണ്ടീഷൻ വയ്ക്കുന്നു അതിൻ്റെ റൈറ്റേഴ്സുമായിട്ട്. അപ്പോൾ റൈറ്റേഴ്സിനാണ് കോള് ആ പടത്തിന്, എസ്പെഷ്യലി റൈറ്റേഴ്സിനാണ് കോൾ. അപ്പോൾ അത് ഉദയേട്ടനും ശിവചേട്ടനുമാണ്. അപ്പോൾ ഉദയേട്ടനാണ് എൻ്റെ കോളുള്ളത്. അപ്പോൾ ഉദയേട്ടനോട് വൈശാഖ് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു പുതിയ എഡിറ്ററാണ്, പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, ഉദയേട്ടനൊന്ന് അവനെ കൊണ്ട് ഈ പടം കൊടുക്കും. അപ്പോൾ ഉദയേട്ടൻ അന്ന് എന്നോട് പറഞ്ഞില്ല, പിന്നീടാണ് ഞാനത് അറിയുന്നത്. പുള്ളി ഒന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് എന്നോട് അറിയിക്കുന്നില്ല, എന്നോട് ആക്ച്വലി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ പടം പോയി എഡിറ്റ് ചെയ്ത് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സീനൊക്കെ അസംബിൾ ചെയ്ത് ഞാൻ പതുക്കെ, അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് അപ്പുറത്ത് ലെനിൻ സാറിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട്, മകരമഞ്ഞ്. അപ്പോൾ ലെനിൻ സാർ നോക്കുന്നുണ്ട്, നീ അവിടെ എന്താ ചെയ്യുന്നത്? ഇത് പോക്കുരി രാജ. ഓ പോക്കുരി രാജ നീ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ലെനിൻ സാറിന് ആക്ച്വലി സന്തോഷമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, സാറ് പറയുന്നത് എല്ലാ പടവും ചെയ്യണം, എല്ലാ തരത്തിലുള്ള പടവും ചെയ്യണം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനൊരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ആരാധകനെ പോലെ ഇരുന്ന് ഞാൻ ആ പടം എഡിറ്റ് ചെയ്യുക. അപ്പം അതിനകത്ത് പൃഥ്വിരാജും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും വന്ന് എഡിറ്റ് കാണുന്നുണ്ട്, ആരും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടാണ്, ഇത് ഞാൻ തന്നെ അല്ലേ, ഇത് വേറെ വല്ലവരും ആണോ? അപ്പം കുറേശ്ശെ ഇത് പോയി ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ കട്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിനൊരു പുതിയ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ആ സമയത്ത് ഉദയേട്ടന് മനസ്സിലായി ഞാൻ വെറുതെ ഒരു എഡിറ്ററല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ഇതിനകത്തോട് ഇൻപുട്ട് നടത്തുന്നുണ്ട്. അപ്പം ഉദയേട്ടൻ പതുക്കെ വൈശാഖിന്, കാരണം പുള്ളി എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എപ്പോഴും ഇരിക്കുന്ന എഡിറ്റിങ്ങിലായിരിക്കുമല്ലോ. അപ്പോൾ അന്ന് എനിക്ക് സ്ഥിരമായിട്ട് ഈ വൈറ്റ് ഫോർട്ടിലാണ് ഒരു റൂം എടുത്ത് തരുന്നത്. അപ്പോൾ വൈറ്റ് ഫോർട്ട് എനിക്ക് ഇവിടെ എറണാകുളത്ത് സ്പേസ് ഇല്ല. വൈറ്റ് ഫോർട്ട് അന്ന് വലിയൊരു നല്ല സിനിമാക്കാരുടെ ഒരു വലിയ ഹോട്ടലായിരുന്നു. അപ്പോൾ ഇവൻ രാജേഷേട്ടും ഒക്കെ വൈറ്റ് ഫോർട്ടിൽ തന്നെ ആയിരുന്നു അന്ന്, അവിടെ തന്നെ താമസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വൈറ്റ് ഫോർട്ടിനകത്തൊരു റൂമിനകത്ത് ഞാൻ ഉദയേട്ടനുമായിട്ട് കുറേ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ഉദയേട്ടന് മനസ്സിലായി. അപ്പോൾ ഉദയേട്ടൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ പടം ഇവിടുന്ന് എങ്ങനെ പോകണം? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഇത്രയും ആവശ്യമുണ്ടോ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ നല്ലതല്ലേ? പുള്ളിക്കത് മനസ്സിലായി. അങ്ങനെ പിന്നെ പതുക്കെ ഞാനും പുള്ളിയായിട്ട് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം മമ്മൂക്കയെ പോലും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അറിയത്തില്ല ആരാന്ന് അറിയത്തില്ല. അവർ തന്നെ അവസാനം പറഞ്ഞു, അയാൾ നല്ലതാണ്, അയാൾ എഡിറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് എഡിറ്ററായിട്ട് മാറുന്നത്. ഈ സമയത്ത് തന്നെ പാരലലി ട്രാഫിക്കിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ് പല സമയത്ത്. അപ്പം ട്രാഫിക്കിൻ്റെ സമയത്ത് ഞാൻ ട്രാഫിക്കിൻ്റെ ആക്ച്വലി ട്രിവാൻഡ്രത്ത് സഞ്ജു ഉള്ളപ്പോൾ തൊട്ടുള്ള ട്രാഫിക്കിൻ്റെ ഡിസ്കഷൻസ് മുഴുവൻ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പ്രോസസ്സാണല്ലോ. അപ്പോൾ ആ പ്രോസസ്സിനിടയിൽ എവിടെയോ എനിക്ക് അറിയണ്ട എന്തുകൊണ്ട് സഞ്ജുവിനൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോഴും ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്ന, എവിടെയോ ഡിസ്കഷന് കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു തുടങ്ങി. ഇരിക്കുക നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചകളിലൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് സഞ്ജുവിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇത് ഈ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് എല്ലാം. അപ്പോൾ ഞാനൊരു സ്പെക്ടേറ്ററാണ്, ഞാനിത് കാണുകയാണ്, ആ ഡയറക്ടറും റൈറ്ററും തമ്മിൽ വഴക്കുണ്ടാവും, ഇതെങ്ങനെ നടക്കുന്നത്, ഇത് കൊള്ളാമല്ലോ. ഞാനിങ്ങനെ ദൂരെ നിന്ന് മാറി നിന്ന് കാണുകയാണ്. അവർ പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഒരാഴ്ചയായിട്ടും പറയും, നിങ്ങൾ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, പുള്ളിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത ഡിബേറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല പുള്ളി പറയുന്നത് ശരിയുണ്ട്, അപ്പോൾ ഇതിന് അല്ല നിങ്ങൾ പറയുന്നത് ശരിയാണ് ചേട്ടാ എന്നിങ്ങനെ ഞാൻ പറഞ്ഞ് അങ്ങനെ രണ്ട് രീതിയിൽ ഇങ്ങനെ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കോംപ്രമൈസ് ടോക്കാണ്. അപ്പോൾ ഇത് ഒരു ബൗൺസ് ബോർഡാണ്, ഞാൻ ബൗൺസ് ചെയ്യുക, ഓരോ ഐഡിയാസ് ബൗൺസ് ചെയ്യുക. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെ പ്രോസസ്സ് ആ പടത്തിൻ്റെ ഗ്രോത്ത് മൊത്തം ഞാൻ കണ്ടു. അതെങ്ങനെയായിരുന്നു ആദ്യം മുതലുണ്ടായിരുന്ന എൻ്റെ വളർച്ച, ആ ഒരു ഐഡിയ, ഒരു ദിവസത്തെ കഥയിൽ നിന്ന് അതിൻ്റെ ഉണ്ടായ എല്ലാ മാറ്റങ്ങളും ഞാൻ കണ്ട് അതിൻ്റെ പ്രോസസ്സിൻ്റെ മുഴുവൻ പാർട്ടായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്, ഓക്കെ കൊള്ളാം, ഈ പ്രോസസ്സ് കൊള്ളാം, രസമുണ്ട്. അങ്ങനെ ഈ പടം ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പടം മൗണ്ട് ചെയ്ത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് മാറി, ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ നമ്മൾ ആ പടം റിലീസ് ചെയ്യും. അപ്പോൾ ലിസ്റ്റിനെ പോലൊരാൾ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ലിസ്റ്റിനും
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലിസ്റ്റിനും ഈ പറഞ്ഞ പോലെ പല സമയത്തുള്ള കൺഫ്യൂഷനും ലിസ്റ്റിനും രാജേഷേട്ടനുമായിട്ടുള്ള വഴക്കുകൾക്കൊക്കെ ഇടയിൽ ഞാനാണ് കോംപ്രമൈസ്, ഞാനാണ് നിൽക്കുന്നത്, ഇടയിൽ നിന്നിട്ടാണ് ഞാനിത് എങ്ങനെയും നടത്തിയെടുക്കുന്നത്. അത് പോസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും ഷൂട്ടിൻ്റെ സമയത്ത് സഞ്ജു ആണെങ്കിൽ പോസ്റ്റ് എത്തുമ്പോഴേക്കും ഞാൻ അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ലിസ്റ്റിനോടൊക്കെ ഞാൻ പറയുന്നത് ലിസ്റ്റിന് അതങ്ങനെയല്ല, ഇങ്ങനെയല്ല, അതങ്ങനെ ചെയ്യും. ഇപ്പം കാരണം ഒന്നാമത്തെ കാര്യം, ഒരാൾ പുതുതായിട്ട് വരുമ്പം ഒരുപാട് ആൾക്കാർ അഡ്വൈസ് ചെയ്യാനുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പം അതിനെല്ലാം മറികടന്ന് നമ്മൾ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ സിനിമ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മേളിലേക്ക് ആ പടം ഉയർത്തി, ആൾക്കാർ ഉയർത്തും. അത് വന്ന് അതിൻ്റെ ഒരു എക്സ്ട്രീം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ തരം ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റ് ശരിക്കും അന്ന് എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും കാലം ഉണ്ടായിരുന്നൊരു സിനിമയുടെ ഒരു മാറ്റം ശരിക്കും അവിടെ തൊട്ട് തിരിയുകയാണ് ചെയ്യുന്നത്. വേറെയും ഫിലിം മേക്കേഴ്സ് അതിൻ്റെ ഇടയിൽ പാരലി നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അന്ന് വേറൊരു പടത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ട്രാഫിക്കിൻ്റെ ഒരു സക്സസ് കഴിഞ്ഞ് ആ ഒരു സക്സസിൻ്റെ സമയത്ത് കാസിനോവ തുടങ്ങി, അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനകത്തും സ്ക്രിപ്റ്റിനകത്തും ഒക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പണി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ട്രാഫിക്കിൻ്റെ 100 ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കമൽ സാർ ഇവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് കമൽ സാറിന് ആക്ച്വലി ആ പടം റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തമിഴിലേക്ക്. അത് പക്ഷേ പുള്ളിക്ക് വേറൊരു തരം നെറേറ്റീവായിരുന്നു, പുള്ളിയുടെ തോട്ട് പ്രോസസ്സ് വേറെയായിരുന്നു. അത് പക്ഷേ രാജേഷ് ചേട്ടന് ആക്ച്വലി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു നെറേറ്റീവ് ആയിരുന്നില്ല. അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ ഒരു വ്യക്തിക്ക് വേറൊരു രീതിയിൽ പറയണം, ഡയറക്ടറുടെ വിഷൻ, കാരണം ഡയറക്ടറുടെ വിഷനിലേക്ക് കണ്ടിരിക്കുന്ന ഒരു സാധനം. ഞാൻ ആ സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ആക്ച്വലി ആ സെലിബ്രേഷൻ്റെ ഡേ വിട്ടുപോയി, മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് വിട്ടുപോയതല്ല, ഞാൻ ആ സമയത്ത് ആ ഒരു വർഷം എന്നൊക്കെ പറയുന്നത് ഞാനൊരു 8-9 സിനിമ ഒരു വർഷം എഡിറ്റ് ചെയ്യുന്നത് കാലഘട്ടം. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു VKPയുടെ ഏതോ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിലീസ് അടുപ്പിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കട്ടൊന്നും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് രാജേഷേട്ടൻ വിളിക്കുന്നത്, അണ്ണാ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നെക്കാളും മൂത്തമാണെങ്കിലും പുള്ളി എന്നെ അണ്ണാന്ന് വിളിക്കുന്നത്, ഞാനും പുള്ളി അണ്ണാന്ന് വിളിക്കുന്നത്. അത് സഞ്ജുലും അങ്ങനെ തന്നെ ആയിപ്പോയി, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അയ്യോ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് അത് നിർത്തി വെച്ച് ഞാൻ പെട്ടെന്ന് പോയി. അങ്ങനെ എത്തിയപ്പോഴേക്കും ഈ നമുക്ക് ഈ മൊമെൻറ്റോസ് തരുന്നത് ഇതനുസരിച്ചിട്ടാണല്ലോ ക്ലാസ്. അപ്പം ആക്ടേഴ്സിന് മൊമെൻറ്റോസ് കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്താണ്. അപ്പോൾ അത് കമൽ സാറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനിടയിൽ ചെന്ന് പെട്ടു, കാരണം ബാക്കി എനിക്ക് തരാനുള്ളത് വേറെ ആരും ആയിരുന്നു, അത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ കമൽ സാർ അങ്ങനെ എനിക്ക് തരുന്ന സമയത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം കാഷ്വലി അപ്പോൾ എഡിറ്ററാണെന്ന് മനസ്സിലായി, പുള്ളി ഇത് നോക്കുവാണല്ലോ ആരാ എഡിറ്ററാണ്. എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തമിഴ് സിനിമയൊക്കെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ ആ കോൺവെർസേഷൻ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഷോക്ക്ഡായിപ്പോയി, എന്താ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ് സാർ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, മലയാളത്തിൽ സംസാരിച്ചു, അത്രയേ ഉള്ളൂ ആ കോൺവെർസേഷൻ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം സഞ്ജു എന്നെ വിളിച്ചിട്ട് പറയുന്നു, കമൽ സാർ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ, ഒരു പടം എഡിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പം. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ മദ്രാസിലെത്തുന്നു. അങ്ങനെ പുള്ളി എനിക്കൊരു സ്ക്രിപ്റ്റ് തരികയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നു. ഷൂട്ട് ഒരു 5 ദിവസം തുടങ്ങി 5-6 ദിവസമായി. സ്ക്രിപ്റ്റ് തന്നു. ആ സ്ക്രിപ്റ്റ് ഞാൻ എടുത്ത് വെച്ച് നോക്കുന്നു, വിശ്വരൂപം ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്, അത് വലിയ ബുക്കാണ്. അപ്പോൾ ഞാനിത് 2 ദിവസം എടുത്തത് വായിച്ച് തീർക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഞാനിത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞത് എന്താണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ എനിക്ക് ഒന്നുമില്ല, നിങ്ങൾ 3 ഭാഷയിലാണ് പടം ചെയ്യുന്നത്, എനിക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വിളിക്കുന്നത്, ത്രൂ ഔട്ട് എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാനത് ഡിസൈഡ് ചെയ്ത് പറയാം, കാരണം ആ സമയത്ത് ഞാൻ വേറെ 2-3 പടങ്ങൾ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഡയറക്ടേഴ്സിനോടെല്ലാം ചിലതൊക്കെ കമ്മിറ്റ് ചെയ്തും കഴിഞ്ഞു. കാരണം ഈ ട്രാഫിക്ക് കഴിയുമ്പോഴേക്കും ലിസ്റ്റിന് ഈ പറഞ്ഞ പോലെ ചില സൗഹൃദം ഉണ്ടായി. അപ്പം ലിസ്റ്റിന് അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉസ്താദ് ഹോട്ടലാണ്. അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് അമ്പുക്ക എന്നെ വിളിച്ചു, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു അപ്പം അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ചർച്ചകൾക്ക് പോയിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് ഈ ഒരു പ്രതിസന്ധി വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പടം ചെയ്യുകയാണെങ്കിൽ വേറൊരു പടം എൻ്റെ കൂടെ ചെയ്യാന്ന് പറയുന്നത് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ഞാൻ എന്നിട്ട് എല്ലാ ഫിലിം മേക്കേഴ്സിനെയും ഓരോരുത്തരായിട്ട് ഞാൻ പേഴ്സണലി പോയി കണ്ട് പറയുക, അതായത് ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഇങ്ങനൊരു പടം വന്നിരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പടത്തിൽ നിന്നും മാറി ആ പടത്തിലേക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡായിട്ട് ഞാനവിടെ ചെല്ലുക. അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് പിന്നെ തുടങ്ങി വെച്ച പടങ്ങൾ മാത്രമേ ഞാൻ തീർത്തിട്ടുള്ളൂ. അത് കാസിനോവ തീർത്തു, അങ്ങനെയുള്ള എനിക്കൊന്ന് ദിലീപേട്ടൻ്റെ ഏതൊരു പടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ അസോസിയേറ്റ്സിന്, ഇപ്പോൾ ജോൺകുട്ടിയൊക്കെ ട്രാഫിക്കിലുണ്ടായിരുന്നവരാണ്, അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആക്കി. ഞാൻ എല്ലാവരും എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിൽ എൻ്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓരോ സ്ഥലത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കി. അത് കഴിഞ്ഞ് ഞാൻ ഈ കമൽ സാറിൻ്റെ കൂടെ ഈ പടം എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഫ്രീ ടൈമുണ്ട്. കുറേ കാലം ഒത്തിരി വർക്ക് ചെയ്തിട്ടിരിക്കുന്നൊരു മനുഷ്യൻ. ഞാൻ ഒരുപാട്, അതായത് ഒരു 2-3 കൊല്ലം
കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയില്ല പകലില്ല എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നേരെ പോയിട്ട് ഒരു പടം മാത്രം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടുന്നു. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കണം അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പം ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പടം നടക്കുന്ന സമയത്ത് ആക്ച്വലി അതിനു മുമ്പും ചാപ്പക്കുരിശിൽ അഭിനയിക്കുന്ന സമയം തൊട്ട് ഞങ്ങൾ സൗഹൃദത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നെത്തോലി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫഹദ് എന്നോട് ചോദിക്കുന്നു ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനത് ഇതിനു മുമ്പ് ആദ്യം ചോദിച്ചത് ശരിക്കും മമ്മൂക്കയാണ്. പക്ഷേ ഞാൻ മമ്മൂക്ക എടുത്തിട്ട് പോയിട്ടില്ലായിരുന്നു, പേടിച്ചിട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഷാനു അന്ന് അങ്ങനെ ചോദിക്കുന്നു, നമുക്ക് കഥ വല്ലതും ഉണ്ടോ മച്ചാനെ, നമുക്ക് പടം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കഥ പറയുന്നു, ഒരു കഥ മാലിക്കിൻ്റെ കഥയാണ് ആക്ച്വലി. അപ്പോൾ ആ കഥയിൽ മാലിക്കിനകത്തെ ആക്ച്വലി അതിനകത്ത് ഫ്രെഡിയുടെ റോള് ആ പയ്യൻ, അതായത് വിനയ് ഫോർട്ടിൻ്റെ മകൻ്റെ റോളാണ് ഫഹദിനോട് പറഞ്ഞത്. കാരണം അന്ന് ഫഹദ് ചെറുതാണ്. അപ്പോൾ നമ്മൾ അന്ന് ഈ പറഞ്ഞ ഗ്രാഫൊന്നുമില്ല. അപ്പം അന്ന് നമ്മൾ അപ്പുറത്തെ റോൾ ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മമ്മൂക്കയോടൊന്ന് സംസാരിച്ചാലോ. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒന്നും ഇല്ലാത്തൊരു പടം. പക്ഷേ അപ്പോൾ ആ സമയത്ത് തന്നെ പോക്കിരിരാജ കഴിഞ്ഞപ്പം ഈ റൈറ്റേഴ്സ്, അന്ന് റൈറ്റേഴ്സിൻ്റെ പീക്ക് ടൈമാണ്. റൈറ്റേഴ്സിലാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും വിശ്വസിക്കുന്നത്. ഇന്ന് പതുക്കെ അത് ഡയറക്ടേഴ്സിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, പതുക്കെ താരത്തിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അന്ന് റൈറ്റേഴ്സിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ തുടങ്ങിയ സമയത്ത്. അപ്പോൾ അന്ന് ഉദയേട്ടനിലെ എൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ടോമിച്ചൻ മുളക് പടം എന്നോട് ചോദിക്കുകയാണ്, അതായത് ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കാരണം എഡിറ്റിംഗ് ഒരു ചെയിനാണ്, ഒരു ലൂപ്പാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് എവിടെ നിന്ന് മാറാൻ പറ്റില്ല. അത് സേഫ് ജോലി പോലെയാണ്. കാരണം നമുക്ക് എപ്പോഴും അവരെ കാണാം, ഇൻട്രാക്ട് ചെയ്യാം, നമുക്ക് വലിയ വേറെ ബർഡനില്ല, ബാധ്യതയില്ല, ഒന്നുമില്ല. എന്നാൽ പക്ഷേ ആ പടം നന്നാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ആൻഡ്രോ ചേട്ടൻ്റെ ഒത്തിരി പടങ്ങൾ ഞാൻ ഏതാണ്ട് ഒരു 10, 12, 15 പടങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ഫഹദിനോട് മാലിക്കിൻ്റെ ഐഡിയ പറയുന്നു, ആ ഒരു തോട്ട് മാത്രം പറയുന്നു. ആ തോട്ട് പക്ഷേ സിനിമയാക്കാൻ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് കുറച്ച് ബഡ്ജറ്റ് വേണം. അപ്പോൾ ആ ബഡ്ജറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കും. അതവിടെ തീർന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടുമില്ല, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ അടുത്തും, അതിപ്പോൾ എസ്പെഷ്യലി സഞ്ജുവിൻ്റെ അടുത്തും ഉദയൻ്റെ അടുത്തും ഒക്കെ ഞാൻ പോയി ചോദിക്കുന്നുണ്ട്, ശങ്കർ രാമകൃഷ്ണൻ, ഇവരോടെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും പറയുന്നത് ഇത് നിങ്ങളുടെ കഥയല്ലേ, നിങ്ങളുടെ തോട്ടിലുണ്ടായ ഒരു കഥയല്ലേ, അത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഞാൻ ആ വിശ്വരൂപത്തിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ഫ്രീ ടൈം ഉള്ളപ്പം ഞാൻ ചുമ്മാ ഇരുന്നൊരു കഥ ആലോചിക്കുക. അത് എൻ്റെ തന്നെ ഞാൻ തന്നെ കണ്ടിരിക്കുന്ന, എൻ്റെ സ്കൂൾ കാലങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അതാണ് ഞാൻ ആക്ച്വലി മിനി എന്ന് പറഞ്ഞൊരു കഥയായിട്ട് എഴുതുന്നത്. അത് ഞാൻ ആക്ച്വലി ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ ട്രാഫിക്കിൻ്റെ ഹിന്ദി ആക്ച്വലി ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ ബോംബെ പോവുക. അത് നടക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ബേസിക്കലി ഇപ്പോൾ ആ സമയത്ത് ട്രാഫിക്കിൻ്റെ തമിഴ് കഴിഞ്ഞു, ഷഹീദ് ഡയറക്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഒരു ഭാഷയിൽ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എക്സോസ്റ്റഡായി. ഞാൻ രാജേഷോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. അല്ലല്ലോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ അടുത്ത് ഞാൻ ഒരു എഴുത്തിലോട്ടൊക്കെ തിരിയാനുള്ള പരിപാടി, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചുമ്മാ ഇത് രാജേഷേട്ടനോട് വെറുതെ പറയുന്നു. രാജേഷേട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രാജേഷേട്ടൻ പറഞ്ഞു എനിക്കിത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ VKPയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല അപ്പോൾ തന്നെ രാജേഷേട്ടൻ VKP വിളിച്ചിട്ട് പറയുന്നു അത് പറ്റത്തില്ല, എനിക്ക് വേണം എന്ന് പറഞ്ഞു. രാജേഷേട്ടൻ്റെ സ്വഭാവമാണല്ലോ. അപ്പോൾ പറഞ്ഞപ്പോൾ VKP പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണ് ഞാനല്ലേ അത് കേട്ടെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു, മറ്റൊരാൾ അങ്ങനെയല്ലല്ലോ ഞാനാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ അയക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാം എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളൂ. അങ്ങനെ ഞാൻ അവസാനം അത് രാജേഷേട്ടൻ അത് VKP തന്നെ പറഞ്ഞു, എന്നാൽ രാജേഷ് ചെയ്തോ കുഴപ്പമില്ല. കാരണം രാജേഷേട്ടൻ പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഹിന്ദിക്കിടയിൽ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്, എനിക്ക് അതിനോട് അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ രാജേഷേട്ടൻ ആ സമയത്ത് മോട്ടോർ സൈക്കിൾ ഡയറീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ആ കൊളാബറേറ്റീവ് പ്രോസസ്സായി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുന്നത് ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതിയൊരു സാധനം വേറൊരു രീതിയിൽ കൺസീവ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ അത് അങ്ങനെ ഞാൻ എൻ്റെ തന്നെ അസിസ്റ്റൻ്റായിട്ടുള്ള അഭിലാഷ് അതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുത്തിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഫഹദ് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഇതെന്താണിത് നിങ്ങൾ ഇപ്പോൾ കാരണം ഫഹദിന് ഈ കഥ അറിയാം. കാരണം ഞാൻ എൻ്റെ എല്ലാ കഥകളും ഫഹദിനോടൊരു പേഴ്സണൽ സൗഹൃദം വെച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞത്
അല്ല ഇപ്പോൾ ഇത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതിയാൽ പോലെ, വേറെ ആൾക്കാരെ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് വരുന്നതും ഞങ്ങൾ പിന്നെ വീണ്ടും മാലിക്കിൻ്റെ പൊടി തട്ടിയെടുക്കുക. പക്ഷെ അപ്പോഴും പ്രശ്നം ഇതാണ്, ബഡ്ജറ്റാണ്. ഈ വിശ്വരൂപം ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വരുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുതും വലുതൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാം പാൻ ഇന്ത്യ കോൺസെപ്റ്റ് ആയല്ലോ. അന്ന് അങ്ങനെയൊന്നും ഇല്ല. അന്ന് നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ വരുന്ന മലയാളത്തിൽ. അപ്പോൾ കമൽ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ടെക്നീഷ്യൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനത് വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പം എനിക്ക് പേടിയുണ്ട്. കാരണം പലരും കമൽ സാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റിനകത്ത് ഒത്തിരി ഇതുണ്ടാവും, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ടോക്കുകൾ ഇങ്ങനെ. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ ഞാനവിടെ എത്തിപ്പെട്ടു. പടം ഷൂട്ട് നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ നിൽക്കണം എന്നല്ല, പക്ഷേ ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും അവൈലബിൾ ആയിരിക്കണം, അത്രേ പുള്ളി ആവശ്യപ്പെടുന്നുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല പുള്ളി പറയുന്നത്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്, ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആ പടം ആക്ച്വലി ഡയറക്റ്റ് ചെയ്യാനിരുന്നത് വേറൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടാണ് ഈ പടം അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും സ്ട്രെസ്സുണ്ട്. 3 ഭാഷയിൽ പടം സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒത്തിരി ഫുട്ടേജ് ഉണ്ട്. അപ്പം ഞാനിരുന്നൊരു സ്ഥലത്തിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം പുള്ളി വരുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അസിസ്റ്റൻസിന് അയച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളി കാണുന്നുണ്ടോ, ഫീഡ്ബാക്ക് എന്താ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിരുന്നൊരു സൈഡിൽ കൂടി ഇരുന്ന് സ്ഥലത്തിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലല്ലേ ഇത്, കാരണം പുള്ളി വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. അപ്പോൾ ഞാനും വിചാരിക്കുന്നത് വരട്ടെ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു പോയിൻ്റ് എത്തിയപ്പം ഇതിനകത്തൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റ് ഒരു ടിപ്പിക്കൽ, ശരിക്കും പറഞ്ഞാൽ അത് ചിലപ്പോൾ വീണ് പോയാൽ അങ്ങോട്ട് വീണ് പോകാവുന്നൊരു ഫൈറ്റ്. അതായത് ഭയങ്കര മസാല ഫൈറ്റ് ആവാൻ സാധ്യതയുള്ളൊരു സാധനം. എന്നാൽ അത് കുറച്ചുകൂടെ വേറെ രീതിയിലേക്ക് ചെയ്താൽ വേറെ രീതിയിൽ നിൽക്കാവുന്നൊരു സാധനം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കിതിനൊരു ഗൈഡൻസ് ഇല്ല. എസ്പെഷ്യലി കമൽ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫസ്റ്റ് എഡി ഒരു ഫോറിനറാണ്, ഒരു അമേരിക്കക്കാരനാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ തമിഴ് സെൻസിബിലിറ്റി ഒന്നും അറിയത്തില്ല. പുള്ളി ഷോ റൺ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ബാക്കി നിൽക്കുന്ന ആൾക്കാരെല്ലാവർക്കും ബേസിക്കലി കമൽ സാറിനെ ഭയങ്കര ഭയഭക്തിയോടുകൂടി കാണുന്നവരാണ്. അവർക്ക് കമൽ സാർ എന്താണ് പറയുന്നതെന്നോ എന്നോട് എന്താ ഫീഡ്ബാക്ക് എന്നൊന്നും അറിയാം. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്ന് സാറുമായിട്ടൊന്ന് പറഞ്ഞ് എനിക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ, ഇല്ല അത് നിങ്ങൾ നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക. അപ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ പടമാണല്ലോ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇതിപ്പോൾ പുള്ളി എങ്ങനെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭയങ്കര മസാല രീതിയിൽ എഡിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഭയങ്കര ടിപ്പിക്കൽ തമിഴ് രീതിയിൽ എഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാനൊരു സംഭവങ്ങളൊക്കെ വെച്ച് സാറ് വന്ന് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപ്പം അതിനു മുമ്പ് സീൻസൊക്കെ വന്ന് പുള്ളി കാണുന്നുണ്ട്. പുള്ളി വന്ന് കാണുന്നു, അഭിപ്രായമൊന്നും പറയുന്നില്ല, കണ്ടു, ആ ഓക്കെ ഇത് ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് പോയി, ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. പുള്ളി ആ ഒരു ഈ അതിനകത്തൊരു അഫ്ഗാൻ ടെറൈനിലാണ് നിൽക്കുന്നത്, കണ്ടാൽ നമുക്ക് പേടിയാവും. അപ്പോൾ അത്രയും താടിയുണ്ട്, ഭയങ്കര ഈ മുഖത്തൊക്കെ എപ്പോഴും ഈ ബ്ലാസ്റ്റിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിലാണ് ഞാൻ കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് നേരം കണ്ടിട്ട് പുള്ളിയുടെ എക്സ്പ്രഷന് മനസ്സിലായി, ഡിപ്രസ്ഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ പുള്ളിയുടെ വാനിറ്റിയിലോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് അടിക്കാൻ വിളിക്കുമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് കഥ അടച്ച് ഞാനും പുള്ളി മാത്രം. അന്നാണ് ഒരു പേഴ്സണൽ കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിൽ നടക്കുക. അല്ലാതെ പുള്ളിയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഒരു വളരെ പേഴ്സണൽ കോൺവെർസേഷൻ അവിടെയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കുടമ്പക്കത്ത് ഒത്തിരി എഡിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇതിനല്ല നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പകച്ചു, ഞാൻ എന്താ ഉദ്ദേശിച്ചാലും ഇത് എനിക്കിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഐ മൈറ്റ് ഹാവ് വർക്ക് വിത്ത് 100 എഡിറ്റേഴ്സ് റൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് സാർ, നിങ്ങൾക്കതല്ല ചെയ്യാൻ നിങ്ങൾക്കതല്ല ഉള്ളത്, നിങ്ങളുടെ വേറെ സ്കില്ല, അത് കാണാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചേക്കുന്നത്, പോയി റീകട്ട് ചെയ്യാൻ പറഞ്ഞു. അത്രേ പറഞ്ഞു. എനിക്ക് അന്ന് മനസ്സിലായി പുള്ളി എന്താ ഉദ്ദേശം എന്നുള്ളത്. പിന്നെ ഞാനിരുന്നത് റീകട്ട് ചെയ്തു. ആ റീകട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് സ്റ്റാർട്ടായി. അപ്പോൾ അങ്ങനെ ഈ പടം ശരിക്കും പറഞ്ഞാൽ ഈ പടം ഏതാണ്ട് ഒരു 260 പേജുണ്ട് ഈ സ്ക്രിപ്റ്റ്, വലിയ ബുക്കായിരുന്നു. ഈ പടത്തിന് ലെങ്ത്ത് കൂടുതലാണെന്നുള്ളത് ആർക്കും പറയാനുള്ള ധൈര്യമില്ല. കാരണം അതിനകത്ത് ഷൂട്ട് ചെയ്യുന്ന സാനുവാണ്. അപ്പോൾ സാനു ഇത് പറയുന്നുണ്ടെങ്കിലും ഈ അസിസ്റ്റൻസ് ഒന്നും എത്തിക്കുന്നില്ല, കമൽ സാറിൻ്റെ അടുത്തോടെ എത്തിക്കുന്നില്ല. അസിസ്റ്റൻസിന് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതിനെ ഒന്ന് ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ സാർ എന്നോട് നിങ്ങളെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് എങ്ങനെ വന്നാലും
മൂന്നര മണിക്കൂർ വരും. ഞാനിത് എങ്ങനെ കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ ഡിബേറ്റാണ്. അപ്പോൾ ആ ഡിബേറ്റ് കഴിഞ്ഞ് പുള്ളി കൺവിൻസ്ഡായി. പുള്ളി പറഞ്ഞു, അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇത് 2 പടത്തിൻ്റെ മെറ്റീരിയലാണ്. അങ്ങനെയാണ് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പടത്തിന് ഇപ്പം പിന്നീടാണ് ഈ പറഞ്ഞ RRR, ബാഹുബലി ഇതൊക്കെ വരുന്നത് 2 പാർട്ടായിട്ട്. ആദ്യമായിട്ട് 2 പാർട്ടായിട്ടൊരു പടം പിരിക്കുന്ന അവിടെ വെച്ചാൽ ആ ബോംബെയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാറ് വിളിച്ച് അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസേഴ്സിനോട് പറയുക, അവർ ഫിലിം ഇസ് ഗോയിങ് ടു ബി 2 പാർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല എസൻസുകളെല്ലാം നഷ്ടപ്പെടും, നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സാറത് കൺവിൻസ്ഡായി. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്ട്രെങ്ത്ത് കിട്ടി. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇത് ആ ഒരു ബന്ധം ഇന്നും അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ടുണ്ട്. നമ്മൾ അതൊരിക്കലും എനിക്കിപ്പോഴും കമൽ സാറിൻ്റെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു 2ാമത്തെ ഫിലിം സ്കൂളിൽ പോയ പോലെയാണ്. അപ്പോൾ അതിനകത്ത് സാറ് പറയുന്നൊരു കാര്യമുണ്ട്, I might be wrong in many ways, but it took 25 years to learn that. So അതുകൊണ്ട് നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ചിലപ്പോൾ 3 വർഷം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 25 വർഷം എടുത്ത് ഇത് പഠിച്ചേക്കുന്നത്. അപ്പം ഞാൻ റൈറ്റ് ആണോ റോങ് ആണെങ്കിലും വാട്ട് എവർ, ഞാൻ എൻ്റെ കൺവിക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ എന്നെ തിരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ കൺവിൻസ്ഡ് ആവണം. അപ്പോൾ എനിക്കത് മനസ്സിലായി പുള്ളി. അപ്പം അത് കഴിഞ്ഞ് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് പറയാൻ തുടങ്ങി, ഡോണ്ട് ട്രീറ്റ് മീ ലൈക്ക് കമൽഹാസൻ. അങ്ങനെ വേണ്ട, കാരണം ഞാൻ ജസ്റ്റ് ബിക്കോസ് ഐ എം കമൽഹാസൻ ഡോണ്ട് എക്സ്റ്റെൻഡ് മൈ ഷോട്ട്സ്. അപ്പുറത്തെ പെർഫോമറാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി. ഇപ്പം ഞങ്ങൾ ഒരു റൂമിനകത്തൊക്കെ എത്തുമ്പോഴേക്കും സാധാരണ മനുഷ്യരെ പോലെ അങ്ങനെയായി. അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റാർഡം ആ ഒരു സാധനങ്ങളൊക്കെ എൻ്റെ കോൺസെപ്റ്റൊക്കെ പൊളിച്ചത് ശരിക്കും കമൽ സാറാണ്. വേറൊരു എനിക്കൊരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിനിമോട്ടോഗ്രാഫി പഠിക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയെന്നുള്ളത് ആരും പറയാതെ പുള്ളിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ വിഷ്വലൊക്കെ നോക്കുമ്പം, ഞാൻ ഈ ക്യാമറ പ്ലേസ്മെൻറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഇതിവിടെ അല്ല, ഇതിവിടെ ആയിരുന്നെങ്കിൽ നല്ലതായിരിക്കില്ലേ സാർ, ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും കമൽ സാറിന് 3 സ്വന്തമായിട്ട് ആദ്യമായിട്ട് റെഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ആൾ അദ്ദേഹം. അപ്പം അന്ന് തൊട്ട് റെഡിൻ്റെ എല്ലാ ക്യാമറാസും പുള്ളി. അപ്പം ഞങ്ങൾ ആക്ച്വലി പടം തുടങ്ങിയത് റെഡ് 1-ലാണ്. അത് കഴിയുമ്പോഴേക്കും റെഡ് MX വന്നു. പടം തീരുമ്പോഴേക്കും റെഡ് എപ്പിക്കായി. അപ്പോൾ ഈ 3 ക്യാമറകൾ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ സാനു ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാനുവിൻ്റെ അസിസ്റ്റൻസ് ചില സമയത്ത് ടയർഡ് ആകുമ്പോഴൊക്കെ മഹേഷ് ഒരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ ഒരു ഓപ്പറേറ്റീവ് ക്യാമറയായിട്ട് മാറ്റി. പതുക്കെ ഗ്രാജുവലി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ എത്തിയപ്പോഴേക്കും പുള്ളി എന്നെ ഒരു ക്യാമറമാനായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എത്തി. അപ്പോൾ അങ്ങനെ വരെയുള്ള സെക്കൻഡ് യൂണിറ്റ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എന്നെ വിടുക, അത് നിങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഉള്ളൊരു വിശ്വാസം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി തുടങ്ങി. ഗ്രാജുവലി ഞാൻ അപ്പോഴേക്കും മിലി റിലീസായി. എനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അപ്പം ആ സമയത്ത് പുള്ളി എന്നോട് പറയുന്നുണ്ട്, ഇതൊരു ലൂപ്പാണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല, ഇപ്പോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി ചെയ്തു എന്ന് പറയുന്ന സ്ട്രെങ്ത്തും പുള്ളിയാണ് തരുന്നത്. ഇപ്പോൾ പോയി ഡയറക്റ്റ് ചെയ്തു, കാരണം ഇത് നിങ്ങളെ പലർക്കും ആവശ്യമുണ്ടാവും. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്കാണ് ആവശ്യമെങ്കിൽ നിങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്യണം ഇത് ചെയ്യണോ എന്നുള്ളത്, എന്നെ ഒന്നും നോക്കണ്ട എന്ന് പുള്ളി തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് വേറൊരു എഡിറ്ററേയും കൂടെ കൊളാബറേഷന് കൊണ്ടുവരാനായിട്ട് പുള്ളി തന്നെ സംഭവിച്ചത്. കുഴപ്പമില്ല, നിങ്ങൾ വേറൊരാളെ വെച്ചോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകാനാണ്, സ്ക്രിപ്റ്റ് എഴുതാൻ സമയം വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗഹൃദം പുള്ളിയായിട്ടുണ്ടായി. അപ്പോൾ ഞാനിതിന് മുമ്പ് രാജേഷേട്ടനോട് തന്നെ പറഞ്ഞൊരു കഥയാണ് ഈ ടേക്ക് ഓഫിൻ്റെ കഥ. ആ കഥയിൽ ഇറാക്കൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ ഒരു സ്ത്രീ, അതെനിക്കറിയാവുന്നൊരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ അവർക്ക് ഫസ്റ്റ് മാരേജ് സക്സസ്ഫുൾ ആയില്ല, പക്ഷെ അതിനകത്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവർ ഡിവോഴ്സ് ആവുന്നു. ഡിവോഴ്സ് ആയതിനു ശേഷം അവർ സെക്കൻഡ് ഡിവോഴ്സ് കഴിഞ്ഞ് സെക്കൻഡ് മാരേജിലേക്ക് എത്താതെ തന്നെ അവരൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. അപ്പോൾ അവർ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ആദ്യത്തെ കുട്ടി ഒരു 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ബോർഡിംഗ് സ്കൂളിലാണ്. അപ്പോൾ ആ കുട്ടി വരുമ്പം, കുട്ടി ഇടയ്ക്കിടയ്ക്കാണ് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വയറ് കാണും. അപ്പോൾ ആ വയറ് എങ്ങനെ മറയ്ക്കാം എന്നുള്ളത് അത് ഭയങ്കര, അത് എനിക്ക് എൻ്റെ കഥകളെല്ലാം ചുറ്റുപാടുന്നുള്ള കഥകളായതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടതാണ്. ഞങ്ങൾ കുറച്ച് ജേർണലിസം സ്റ്റുഡൻസും ഫിലിം സ്കൂൾ ആൾക്കാരും ഒക്കെ കൂടെ ഞങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർ ഒരു ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക, ഈ പാവാട ഇറുക്കി കെട്ടുക എന്നൊക്കെയുള്ള സാധനങ്ങൾ കണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സർപ്രൈസ്. അപ്പോൾ എന്തിനെങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞപ്പം അവർ പറഞ്ഞൊരു ലൈനാണ്, അതായത്
അവനൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ആൺകുട്ടിയായിപ്പോയി. എനിക്ക് അവനൊരു അഡോളസൻസ് തുടങ്ങുന്നൊരു സമയമാണ്. അപ്പം എനിക്ക് എങ്ങനെ അവന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അവൻ വരുന്നു, അവനിത് മനസ്സിലാവുന്നു, അവൻ ഭയങ്കരമായിട്ട് ആ ഗ്ലാസ് തള്ളിപ്പൊട്ടിച്ചതൊക്കെ ശരിക്കും ഞാൻ കണ്ട ഇമേജാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അത് വെച്ചിട്ട് ഞാനൊരു കഥ രാജേഷേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞു ഇത് എൻ്റെ സ്പേസിലുള്ളതല്ല, കാരണം ഭയങ്കര ഹാർഡ് ഇമോഷൻസാണ്, പുള്ളിക്ക് അങ്ങനെ താങ്ങാൻ പറ്റില്ല, പുള്ളി ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അമലയോട് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അമല ആയിട്ട് ഞങ്ങൾ ഭയങ്കര, അപ്പോൾ അമലയോട് ഇത് പറയുന്നു. അപ്പോൾ അമല പറഞ്ഞത് സാരിയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഈ കഥ ഈ കഥ സഞ്ജുവിനും അറിയാം. ആക്ച്വലി സഞ്ജുവിനും കുറേ കാലമായിട്ട് അറിയാം. സഞ്ജു അങ്ങനെ എന്നോട് ചോദിക്കുന്നു, സഞ്ജുവാണ് എന്നോട് ആക്ച്വലി ചോദിക്കുന്നത്, ആ കഥ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആര് ചെയ്യും? ഭർത്താവ് ചാക്കോച്ചൻ, ഭാര്യ പാർവതി. പാർവതി നിങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫഹദ് ഇപ്പുറത്ത് നിൽക്കുക, അത് നമുക്ക് നോക്കാം, എന്താണ് വരുന്നത് നോക്കാം, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ആ ഒരു കഥ ആലോചിക്കുകയാണ്. അപ്പോൾ അത് ലിസ്റ്റിൻ ആദ്യം മൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്നു. പക്ഷേ അപ്പോഴേക്കും ലിസ്റ്റിൻ ആദ്യം അതിനകത്തോട്ട് വരുമ്പോഴും എനിക്ക് ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടാവണം എന്നുള്ള ലെവലിൽ, അതൊരു വെറുതെ ഒരു ഫാമിലി പടം ആവണ്ട എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടെറൈൻ പതുക്കെ ഈ നേഴ്സസിൻ്റെ ടെറൈനായിട്ട് മാറ്റുന്നു. അപ്പം അവിടെ വന്നപ്പോഴേക്കും വീണ്ടും ബഡ്ജറ്റ് കൂടി. ഡെഫിനറ്റ്ലി അതിൻ്റെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ഹയർ സൈഡിലേക്ക് മാറുന്ന സമയത്ത് ലിസ്റ്റിൻ പറഞ്ഞു അത് ഇപ്പോഴത്തെ സമയത്ത് ലിസ്റ്റിൻ അത് പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്, ഇപ്പോഴത്തെ സമയത്ത് എനിക്കത് മൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വേറെ നിർമ്മാതാക്കളുടെ ചർച്ചകളുണ്ടാകുന്നു. അങ്ങനെ ആൻഡ്രോ ചേട്ടൻ കൊളാബറേറ്റ് ചെയ്യാനുള്ള ലെവലിൽ, രാജേഷേട്ടൻ്റെ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ലെവലിൽ ആൻഡ്രോ ചേട്ടൻ വരുന്നു. പടം ഏറ്റവും എഴുത്ത് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി റെക്കിയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊരു അൾട്ടിമേറ്റ്ലി നമ്മൾ ആ സമയത്ത് മലയാള സിനിമയിൽ ഇതൊരു ഫീമെയിൽ സെൻട്രിക് പടമാണല്ലോ. അപ്പം അപ്പം ഞാൻ എല്ലാവർക്കും ഒരു അപ്രിയൻഷൻ ഉണ്ടാവും, ഇയാൾ ആദ്യം എഴുതിയ പടം മിനി, അതും ഫീമെയിൽ സെൻട്രിക്, ഇത് രണ്ടാമത് വരുന്നതും ഫീമെയിൽ സെൻട്രിക്, അപ്പം ആണുങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടാവുമോ, അപ്പോൾ ഇതിന് കുറച്ച് ബഡ്ജറ്റ് വേണം. അപ്പോൾ ആ ബഡ്ജറ്റ് കിട്ടാനായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഞാൻ പോയി ഫഹദിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതിനകത്തൊരു അംബാസിഡർ റോള് ചെയ്യാവോ എന്ന് ചോദിക്കും. ഫഹദ് ശരിക്കും പറഞ്ഞാൽ നോ പറയാനിരുന്നതാണ്. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അവസ്ഥയും മനസ്സിലാക്കിയിട്ട് ഫഹദ് പറയുന്നു ഞാൻ വരാം, പക്ഷേ എൻ്റെ പോർഷൻ ആദ്യം നമുക്ക് തീർക്കാവുക, കാരണം അൻവറിൻ്റെ പടത്തിലേക്ക് കയറാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ ആണ് ആക്ച്വലി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു കഥയിലേക്ക് ഉണ്ടാവുന്നതും അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയ സമയത്തുള്ള ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സല്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് മൊത്തം കാണാൻ പറ്റി, ഇതിൻ്റെ ട്രാൻസിഷൻ പ്രോസസ്സ്. ഫിലിമിൻ്റെ കാലം, ഫിലിമിൽ എഡിറ്റ് ചെയ്ത് തുടങ്ങിയ കാലം, അവിടെ നിന്ന് ഡിജിറ്റലായ സമയത്ത്, പിന്നെ ഡിജിറ്റൽ ക്യാമറ വരുന്ന സമയം, അവിടെ തൊട്ട് നമ്മളിപ്പം വരുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എഡിറ്റേഴ്സ് പല ഭാഷയിലുള്ളവരും എഡിറ്റിംഗ് നിർത്തി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ഡിസിപ്ലിൻ ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞത് ഒത്തിരി ഫുട്ടേജുകൾ ഷൂട്ട് ചെയ്യുക, പല ആംഗിളുകളിൽ നിന്നും കവർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചിലരൊക്കെ എന്നോട് വളരെ രാത്രിയിലൊക്കെ വിളിച്ച് പറയുന്നത്, എടാ 1 മിനിറ്റ് സീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാണേണ്ട 2 മണിക്കൂർ റഷസാണ്, ഇത് എങ്ങനെ ഇത് കൊണ്ട് തള്ളിയിട്ട് പോവുക, ഇത് മൊത്തം ഇരുന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇത് ഭയങ്കര മെനക്കേടായി മാറുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നൊരു തമിഴ്നാട്ടിലുള്ളതും ഹിന്ദിയിലുള്ളവരും കുറച്ച് ആൾക്കാരുണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നവർ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു, എന്നാൽ ഒരു സമയത്ത് ഇനി എഡിറ്റേഴ്സിന് സ്ക്രിപ്റ്റിൻ്റെയും കൂടെ ക്രെഡിറ്റ് മേടിക്കണം. ഞാൻ പറഞ്ഞ കാരണം അവരും കൂടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പം ഒന്നാമത് അണ്ടർപെയ്ഡാണ്, ഭയങ്കരമായിട്ട് അണ്ടർപെയ്ഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരുന്ന സമയത്ത് ഒരു 15 എഡിറ്റേഴ്സ് ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ ഇന്ന് അത് 350-400 എഡിറ്റേഴ്സാണ്. അപ്പം പലർക്കും ഇപ്പം എൻ്റെ കൂടെ തന്നെ നിന്നവരിൽ ഏതാണ്ട് 15-20ഓളം പേര്, 15-18ഓളം പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. അപ്പം അവർക്ക് തന്നെ പലപ്പോഴും സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോഴും ഒരു ആൾ എഡിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാനായിട്ട് വരുമ്പം ഞാൻ അവരോട് വിഷ്വൽ നറേഷനാണ് ചോദിക്കാറ്. സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാൾ അവരുടെ കയ്യിൽ നിന്ന് വിഷ്വലി കേൾക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നു രാജേഷേട്ടനിൽ കേട്ടു തുടങ്ങിയതാണ്. കാരണം വിഷ്വലി പറയുക, കഥ അങ്ങ് പറയും. അപ്പോൾ നമുക്കതിനകത്ത് ത്രില്ലുണ്ടാവും, നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടോ. ഞാനത് മാത്രമാണ് നോക്കാറുള്ളത്. ആ കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ വേണ്ട കാഴ്ച. കാരണം ആ കാഴ്ചയിലാണ് നമുക്കിനി ഇതിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ഈ കാഴ്ച ലാക്ക് ചെയ്തുകൊണ്ടാണ്
പല സിനിമകളും ഓവർ ബഡ്ജറ്റിലേക്ക് പോകുന്നതും ഇപ്പം 30 ദിവസം അല്ലെങ്കിൽ 50 ദിവസം പറഞ്ഞ സിനിമ 120 ദിവസം ആയാലും തീരുന്നില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്കൊക്കെ മാറുന്നത് ഈ കാഴ്ചയുടെ ഒരു ദാരിദ്ര്യമാണ്. ആ കാഴ്ച നമ്മൾ കാണാത്തതുകൊണ്ടാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ, ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഓൾഡ് സ്കൂളാണ് എന്ന് പറയുന്നത്. ഞാൻ ഓക്കെ, ഐഡിയകൾ ചിലപ്പോൾ പുതിയതായിട്ടാണെങ്കിലും ഇപ്പോൾ സി യു സോണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ആർക്കും മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എന്നാൽ പോലും അതിനകത്ത് ഞാനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന സമയത്ത് കാര്യം ഉണ്ടാവണം, ഇന്ന സമയത്ത് ഇത് വരണം. ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം പുതിയ ഫിലിം മേക്കേഴ്സിനുണ്ട്. അതാണ് പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന എനർജി, അത് തന്നെയാണ് ആക്ടേഴ്സിന് കിട്ടുന്ന എനർജി. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപോലെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഡയറക്ടറിനുണ്ട്. റൈറ്റർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു യൂണിറ്റാണ്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഉഗ്രൻ സ്ക്രിപ്റ്റായിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ പറയുന്നില്ല. ഇന്ന് അത് നല്ല ക്രാഫ്റ്റാണ് കേട്ടോ. ആ പടം നല്ല രസമുണ്ട്, നല്ല മേക്കിംഗ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേക്കിങ്ങും ക്രാഫ്റ്റും എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വിഷൻ തുറക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ, അത് മാത്രമാണ് എനിക്ക് ഇനിയുള്ള ആളുകളോട് ഞാൻ ആളുകളോട്, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന കഥകളോടും, ഞാൻ കഥ പറയുന്ന ആളുകളോടും, പുതിയ ഫിലിം മേക്കേഴ്സിനോടും ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല, പക്ഷെ ഞാൻ അവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷ്വൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്.